ജൈവകൃഷിയിലൂടെ മാതൃകയായി മാറിയ 9ാം വാർഡിലെ സുജാത സുകുമാരന്റെ കൃഷിയിടത്തിലെ വെണ്ട വിളവെടുപ്പ് ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് ചെയർമാൻ ജ്യോതിരാജ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൃഷി ഓഫീസർ രജിന VC, വാർഡ് കൌൺസിലർമാരായ KM മെഹ്റൂഫ്, രജിത, CDS ചെയർപേഴ്സൺ വിചിത്ര, സൗമ്യ, CDS അംഗം കോമള, തൊഴിലുറപ്പ് പദ്ധതി അക്കൗണ്ടന്റ് രമ്യ, ഓവർസിയർ ശ്രീജിത, കർഷക സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു. മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ജൈവ രീതിയിലാണ് കൃഷി ഒരുക്കിയിരിക്കുന്നത്. ആനക്കൊമ്പൻ, ചുവപ്പ് വെണ്ട, പച്ചവെണ്ട, സാമ്രാട്ട് വെണ്ട, ഊരുവെണ്ട തുടങ്ങി വിവിധ ഇനങ്ങളിലായി 500 വെണ്ട തൈകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം ഓണവിപണിയെ ലക്ഷ്യമിട്ട് 500ഓളം ചേന, ഇഞ്ചി, മഞ്ഞൾ, മുളക്, വഴുതന, കൊള്ളി എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട്. ഓണപ്പൂക്കളുടെയും കൃഷി പുരോഗമിക്കുകയാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് സമീപമുള്ള വെജിറ്റബിൾ കിയോസ്ക് വഴി സ്വന്തം കൃഷിയിടത്തിലെ ജൈവ പച്ചക്കറികൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുന്നതായും സുജാത സുകുമാരൻ അറിയിച്ചു. ജൈവ കൃഷിയിലൂടെ മികച്ച വിളവും ഗുണമേന്മയുള്ള കാർഷികോൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന ഈ സംരംഭം പ്രദേശത്തെ മറ്റ് കർഷകർക്കും പ്രചോദനമാകുകയാണ്. ഇപ്പോൾ മഴക്കാലമായ കാരണം ഞാൻ വെണ്ട ആണ് കൃഷി ചെയ്തത്. അപ്പോൾ 200 ആനക്കൊമ്പൻ വെണ്ടയും പിന്നെ സാമ്രാട്ട് വെണ്ട 200, പിന്നെ വേറെ ഒരു തരം വെണ്ട 100 വെച്ചിട്ടുണ്ട്. അങ്ങനെ 600 തൈ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണോ വെണ്ട കൃഷി ചെയ്യുന്നത്? ആദ്യമായിട്ട് അല്ല, വെണ്ട കൃഷി ചെയ്യാറുണ്ട്. അല്ല, വിപുലമായിട്ട് ഇത്ര കൂടുതൽ ചെയ്യാറുണ്ടോ? ഇത്രയല്ല, ഞാൻ 200 തൈയൊക്കെ വെക്കാറുള്ളൂ. ഇപ്രാവശ്യം 500-600 തൈ വെച്ചിട്ടുണ്ട്. ഓണത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു 500 ചേന വെച്ചിട്ടുണ്ട്. പിന്നെ ചെണ്ടുമല്ലി കൃഷി, പിന്നെ കൊള്ളി, ചേമ്പ്, മഞ്ഞള്, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. വഴുതന, മിളക്, പിന്നെ വേനൽക്കാലത്ത് പിന്നെ ചീരയാണ് കൃഷി ചെയ്യുക കൂടുതൽ. അതിൽ നിന്ന് സ്കാഷ് ഉണ്ടാക്കും. അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡ്, അങ്ങനെ പിന്നെ 19 അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.